മീൻ എടുത്തുകൊണ്ട് വരികയാണേ. അപ്പോൾ കാല് വെക്കാൻ നോക്കുമ്പോൾ ഇവന്മാരൊക്കെ ചെറുതുകളെ കാല് വെച്ച ഇവന്മാരുടെ തലയിലാവുമെന്ന് പേടിച്ചിട്ടാണ് പതുക്കെ കാല് വെക്കുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയിലേക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഒരു വൈകുന്നേരത്തെ വിശേഷമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. രാവിലെ മീൻ വാങ്ങിയിട്ട് കഴുകിയില്ല, വൈകിട്ട് തന്നെ കറി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മീൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മീൻ കഴിയുമ്പോൾ കുഞ്ഞു ചോട്ടസൊക്കെ അരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പതുക്കെ നടക്കുകയുള്ളൂ, അത്രയൊന്നും ആയില്ല. പിന്നെ ചോട്ടും ആകെ നല്ലോണം കേട് വന്നു. മാലയിട്ട സമയത്തായതുകൊണ്ട് ചോട്ടിനൊന്നും കഴിക്കാൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ച് മീനും ചിക്കനൊക്കെ വാങ്ങിയതാ ചോട്ട് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തിരുന്ന് മീൻ കഴുകി, കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് പുറത്തിരുന്ന് കഴുകി, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്ന് സിങ്കിൻ്റെ അടുത്ത് തന്നെ കഴുകാറ് പതിവ്. മത്തിയും അയിലയും ഉണ്ടായിരുന്നു. അപ്പം നല്ലോണം മത്തീനെ കല്ലുപ്പിട്ടിട്ട് നന്നായി തിരുമ്പി കഴുകിയതാണ്. എന്നിട്ട് നമുക്ക് കഴുകി മാറ്റി വെച്ചു. മത്തി കഴുകി മാറ്റി വെച്ചിട്ട് അയിലയും കഴുകി മാറ്റി വെക്കുന്നുണ്ട്. അയില ഫ്രൈ ചെയ്യാനും മത്തി നമുക്ക് കറി വയ്ക്കാനും എടുക്കാം. നമ്മുടെ പാലക്കാട് സ്റ്റൈലിലാണ് മത്തി കറി വയ്ക്കുന്നത്. മത്തി തേങ്ങ അരച്ചിട്ടല്ല, മത്തി പുളിയാണ് വെക്കാൻ പോണത്. മീനും അതുപോലെ ഞാൻ ഒരുപാട് മസാലയൊന്നും തേക്കാതെ ജസ്റ്റ് ചുമ്മാ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് മീനിൻ്റെ മുട്ടയുണ്ടായിരുന്നു, അതും കൂടി ഞാൻ കറിയിൽ തന്നെ ഇടുകയാണ്. ഫ്രൈ ചെയ്താൽ കുറച്ചേ ഉള്ളൂ, ഫ്രൈ ചെയ്താൽ എനിക്ക് നിനക്ക് പറഞ്ഞാൽ തല്ലുടിയാവും. അയലമീൻ കഴുകിയിട്ട് ഞാൻ നന്നായി വരഞ്ഞെടുക്കുന്നുണ്ട്, മുളകൊക്കെ മസാലയൊക്കെ അതിൽ കയറാൻ വേണ്ടിയിട്ടേ. അപ്പം നല്ലോണം എല്ലാ മീനും ഇങ്ങനെ ഓരോന്നോരോന്നെടുത്തിട്ട് വരഞ്ഞെടുക്കുകയാണ്. കത്തി പുതിയതായതുകൊണ്ട് നല്ല രസമാണ് വരയ്ക്കാൻ. ഈ വീട് വാങ്ങിയ പിന്നെ പുതിയ വീട് വാങ്ങിയ പിന്നെ 3 കത്തിയോ 4 കത്തിയോ എന്തായി, ഒരു കത്തി കാണാനില്ലാണ്ടായി. ഇവന്മാർ എന്തിനെങ്കിലൊക്കെ എടുത്ത് കളിക്കാനെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അങ്ങനെ പോയി. പിന്നെ ഒരു കത്തി വരിക്കുട്ടി എന്തോ ഇങ്ങനെ കല്ലിലൊക്കെ ഇങ്ങനെ കോലൊക്കെ ഇങ്ങനെ വെട്ടി കളിക്കുമല്ലോ, അങ്ങനെ ആ കത്തിയും കേടുവന്നു. ഇത്തവണ കുഞ്ഞാറ്റിയും വേറൊരു കത്തിയെടുത്ത് ആ കത്തീനെയും കേടുവരുത്തി. ഇതിപ്പോൾ പുതിയ കത്തിയാണ്, 4ാമത്തെ കത്തിയാണ്. ഏട്ടനാണെങ്കിൽ ഇങ്ങനത്തെ കത്തി വാങ്ങുന്നതാണ് ഇഷ്ടം, എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഈ കത്തി തന്നെയാണ്. നല്ല അടിപൊളി കത്തിയാണ്. അപ്പോൾ പിന്നെയും പുതിയത് വാങ്ങിയാണ്, അതുകൊണ്ട് മീൻ കഴുകാനൊക്കെ നല്ല രസമാണ്, വരയ്ക്കാനൊക്കെ. പിന്നെ കത്രിക കൊണ്ടാണ് മീൻ കഴുകണത്, കത്തി കൊണ്ടൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. കത്രിക കൊണ്ട് തന്നെയാണ് മത്തിയുടെ ഇങ്ങനെ ചിലക്കിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴുകാൻ പറ്റും. പിന്നെ മീനെല്ലാം കഴുകിയെടുത്ത് ആ പാത്രമൊക്കെ കഴുകി ആ സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്, സിങ്കും അവിടെ അധികമൊന്നും ഇല്ലല്ലോ പുറത്തിരുന്ന് മീൻ കഴുകിയതുകൊണ്ടേ, അപ്പോൾ അത് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയുള്ളി ഇട്ടിട്ടാണ് മത്തിക്കറി വയ്ക്കാമെന്ന് ചോദിക്കണം. അപ്പോൾ ചെറിയുള്ളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് കണ്ണരിയില്ല പറഞ്ഞിട്ടേ, എന്നിട്ട് ചെറുതായിട്ട് കണ്ണൊക്കെ എരിയുന്നുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അതിനൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്നിങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചതഞ്ഞ് കിട്ടും. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 ചെറിയുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ദേ ഇവിടെ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്യാൻ ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ മൺചട്ടി അടുപ്പിൽ വെക്കണം, അപ്പോൾ ഒന്ന് ചൂടാവുമല്ലോ. ചൂടാവുമ്പോഴേക്കും എൻ്റെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കടുകും ഉലുവയൊന്നും ഞാൻ ഇട്ട് പൊട്ടിക്കണില്ല, ജസ്റ്റ് ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ആ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയുടെയും ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തു, ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നല്ല അടിപൊളി മത്തിക്കറി ഉണ്ടാക്കാനാണ്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്, അതുകൊണ്ടാണ് കടുക് പൊട്ടിക്കുന്ന ആ എണ്ണ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇടാതിരുന്നത്. അങ്ങനെ പാലക്കാടുകാരുടെ സ്വന്തം മീൻ മുളക് ഇട്ടതാണ് റെഡിയാക്കാൻ പോണത്. എനിക്ക് മീൻ കറി വെക്കാൻ അറിയില്ല, ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടും അങ്ങനെ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ചേച്ചിക്ക് പുളി കുറവാണ്, അപ്പോൾ ചേച്ചി എന്നെ കൊണ്ട് വെക്കാൻ സമ്മതിക്കില്ല. ഞാൻ വെച്ചാൽ ചിലപ്പോൾ കുറച്ച് പുളി കൂടും, അപ്പോൾ ചേച്ചി ലൈറ്റ് പുളി ഇട്ടിട്ട് ചേച്ചി എന്നെ വെക്കുകയുള്ളൂ. മീൻ വാങ്ങിയ ചേച്ചി ഞാൻ വെക്കാട്ടോ എന്ന് പറയാം. ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ചേച്ചിക്ക് പുളിയേ പറ്റില്ല, ഇത്തിരി പുളി ഇടുള്ളൂ, ബാക്കിയുള്ളവർക്കും കൂടെ പുളി വേണമല്ലോ. അച്ഛനൊക്കെ ഇത്തിരി പുളി വേണം, അത് അമ്മയ്ക്കും ഇത്തിരി പുളി വേണം. ഏട്ടനെ പിന്നെ പറയേ വേണ്ടല്ലോ, നല്ലത്തിരി പുളിയൊക്കെ വേണം, പുളി എരിവ് ഉപ്പൊക്കെ വേണം. ചേച്ചിക്ക് പുളി പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചേച്ചി വെക്കാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വെക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി വെക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി ആദ്യമേ എല്ലാം ശരിയാക്കും, എന്നിട്ട് ചേച്ചിയാണ് എപ്പോഴും വെക്കാം.
പിന്നെ ആ പുളിയില്ലാത്ത മീൻകറി തന്നെ ആയിരിക്കുമല്ലോ, ലൈറ്റ് പുളി തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അമ്മ അച്ഛനും അമ്മയും അവരൊക്കെ, അതായത് മീൻ കറിക്ക് മാത്രം കുറച്ച് പുളിയും എരിവൊക്കെ വേണം, ഉപ്പൊക്കെ. വേറെ എല്ലാ കറിയും പുളിയില്ലെങ്കിലും നോർമൽ. അപ്പോൾ വീട്ടിൽ പോകുമ്പോഴും ഏട്ടൻ അമ്മ വയ്ക്കുന്ന മീൻ കറിയൊക്കെ കൂട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും പറയും അത് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ ഞാനും എനിക്കറിയില്ലല്ലോ, പിന്നെ ഞാനിങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി മീൻ കറി വയ്ക്കാനൊക്കെ. എൻ്റെ അമ്മായിയും നന്നായി മീൻ കറി വയ്ക്കും. അപ്പോൾ അമ്മ വയ്ക്കുന്നതും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അമ്മായി വയ്ക്കുന്നത് ഞാൻ നന്നായി കണ്ടിട്ടുണ്ട് മീൻ കറി വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി പഠിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ വെക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ വെച്ച് നോക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ട് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇതാണല്ലോ, എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണെന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്കാണല്ലോ വെക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വെക്കാൻ തുടങ്ങിയ പിന്നെ ഏട്ടനെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വെച്ചത് നമ്മൾ നാളെയും കൂടെ എടുക്കും മീൻകറി. അയ്യോ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് പുളി ഇഷ്ടമല്ല, പക്ഷേ ഏട്ടന് വേണ്ടി ഞാൻ പുളിയിട്ട് തന്നെ വെക്കുള്ളൂ. എന്നാലും ഞാനും കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്യണ്ട. അങ്ങനെ അതെ മത്തി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളമില്ലാതെ മത്തിയുടെ ഗ്രേവിയൊക്കെ തിളച്ച് മത്തി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് ഗ്രേവിയിലാണ് വെക്കുന്നത്, ഒരുപാട് വെള്ളം നമുക്ക് വേണ്ട. കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ. വരിക്കുട്ടി കറി വെച്ചതിൽ മീൻ മാത്രമേ എടുക്കുള്ളൂ, കറിയൊന്നും അങ്ങനെ എടുക്കില്ല. കുഞ്ഞൊക്കെ കറിയൊക്കെ എടുക്കാൻ തുടങ്ങി, കുറച്ച് കറി വെച്ച് കൊടുത്താൽ. പിന്നെ ഏട്ടനും ഞാനും, അങ്ങനെ ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് കുറച്ച് കൊടുക്കും, വീട്ടിലേക്ക് അച്ഛന് അവർക്ക് ഇഷ്ടമാണ് എൻ്റെ കുത്തിക്കറി, അപ്പോൾ അവർക്കും കുറച്ച് കൊടുക്കും. എപ്പോഴല്ല എപ്പോഴെങ്കിലൊക്കെ. പിന്നെ മീൻ വറുക്കാനുള്ളതൊക്കെ ഞാൻ മുളക് തിരുമ്പി വെച്ചാൽ ഞങ്ങൾക്ക് 4 ആൾക്കുള്ള 4 മീൻ മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇനി അത് നാളെ ആയിരിക്കും വറുക്കുക. അങ്ങനെ ഒറ്റയടിക്ക് തന്നെ വറുക്കില്ലല്ലോ, ഒരാൾക്കൊരു മീൻ, വലിയ മീനാണല്ലോ. പിന്നെ കറിയിൽ മത്തിയൊക്കെ ഉണ്ടല്ലോ, ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെ പോണത്. പിന്നെ ക്ലീനിങ് ഉണ്ട്, അടിച്ചുവാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെക്കാനേ, മീൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോയപ്പോൾ അവിടെ കുറച്ച് കറിവേപ്പില ഇരിക്കണം. അപ്പോൾ അതെടുത്തിട്ടതാണ്. അതെടുത്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെയൊക്കെ പൊട്ടി ഇങ്ങനെ ചറപറ എണ്ണയൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് മൂടി വെച്ചാണ്. അങ്ങനെ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു, മത്തി കറി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെ. ഇപ്പം പിന്നെ മലയ്ക്ക് വന്നതിന് ശേഷമൊക്കെ പിന്നെ മീനും ചിക്കനൊക്കെ ആയിട്ട് വരിക്കുട്ടി പറയാൻ തുടങ്ങി, ഇപ്പം എപ്പോഴും മത്തി തന്നെയാണോ ചോദിക്കുക. അതായത് ഇന്ന് വെച്ച മത്തി നാളെയും കൂടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടേ 2 ദിവസം ഉണ്ടാവും. അപ്പോഴേക്കും മഞ്ജു അവിടെ പായസം വെച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അരിയുടെ പായസമാണ്, അരിയും വെല്ലവും ഇട്ടിട്ടുള്ള പായസമാണല്ലോ. അപ്പം അത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും, ഇവരൊന്നും ആരും എടുക്കില്ല. അപ്പം ഞാൻ കുറച്ച് കഴിച്ചിട്ട് എടുത്ത് വെച്ചു. ഇനി പിന്നെ കുറച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട്, കുടിക്കാനുള്ളതൊന്നുമല്ല, ഇങ്ങനെ കോരി കഴിക്കാനുള്ളതാണ്. അങ്ങനെ കുട്ടികൾക്ക് ചോറ് ഒക്കെ വിശക്കണമെന്നായി, കറിയൊക്കെ ആകുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കണം. വീഡിയോ ഒരുപാടൊന്നുമില്ല, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഒരു ലൈക്കും കൂടെ തരണേ. വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും, പക്ഷെ എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇഷ്ടപ്പെടാണ്ടാണോന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ലൈക്കൊക്കെ തന്നൂടെ. അപ്പോൾ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി മീൻകറി കൂട്ടി ചോറ് കഴിക്കട്ടെ. അപ്പോൾ താങ്ക് യു, ടാറ്റ ബൈ ബൈ, സി യു പറയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.